വെൽക്കം എവരി വൺ. നിങ്ങൾ നാളെ ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ചെറുതോ വലുതോ, ഇപ്പം ഏറ്റവും ഉയരത്തിലുള്ളതോ ഏതിനു പോയാലും ആ ഇൻ്റർവ്യൂ നടത്തപ്പെടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ലോ ഓഫ് റിസർച്ച്. നമ്മൾ തറോലി നമ്മൾ പോകുന്ന കമ്പനിയെക്കുറിച്ച്, പോസ്റ്റിനെക്കുറിച്ച്, നമുക്ക് വരാവുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വിശദമായി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് ലോ ഓഫ് റെസ്യൂമെ കസ്റ്റമൈസേഷൻ. ആ റെസ്യൂമെ നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മുടെ ബയോഡാറ്റ കൊടുക്കുമ്പോൾ അത് കൃത്യമായി കസ്റ്റമൈസ് ചെയ്യണം. ആ ഒരു കമ്പനിയുടെ ആ ഒരു ജോലിക്ക് ചേരുന്ന പോലെ വേറൊരു കമ്പനിക്ക് അത് ചേരില്ല. ഇനി നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള ആ ജോലിക്ക് നമ്മൾ ചേരുന്ന രീതിയിലായിരിക്കണം ഡിസ്ക്രിപ്ഷൻസും റെലവൻറ്റ് സ്കിൽസും എക്സ്പീരിയൻസും എല്ലാം കൊടുക്കേണ്ടത്. അടുത്തത് ലോ ഓഫ് പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ പേഴ്സണൽ നെറ്റ്വർക്ക് ടു ഗെയിൻ റെഫറൽസ് ആൻഡ് ഇൻസൈറ്റ് ഔട്ട് ഓഫ് ദ കമ്പനീസ് ആൻഡ് റോൾസ്. നമുക്ക് പലപ്പോഴും, പ്രത്യേകിച്ച് നമുക്ക് ലിങ്ക്ഡിനിൽ നമുക്കൊരു റെക്കമെൻഡേഷൻ തരുന്ന പലരുണ്ടാവണം, പ്രത്യേകിച്ച് നമ്മൾ സീനിയർ പോസ്റ്റിലേക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ. അതുപോലെ അടുത്തത് ലോ ഓഫ് സ്കിൽ അലൈൻമെൻറ്റ്. നമ്മൾ ആ ജോലിക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷനും സ്കില്ലും കഴിവുകളും ഉണ്ടെന്ന് നമുക്ക് ബോധ്യമാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്മളെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇനി ലോ ഓഫ് കവർ ലെറ്റർ എക്സലൻസ്. ഇവിടെ നമ്മൾ ഒരു കമ്പലിങ് കവർ ലെറ്റർ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ കൂടെ. അപ്പോൾ കവറിങ് ലെറ്ററോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു വളരെ പെർഫെക്റ്റ് ഫിറ്റാണ് ആ റോളിന് വേണ്ടി എന്നും ബോധ്യമാകുന്ന രീതിയിലായിരിക്കണം. ഇനി ലോ ഓഫ് ഓൺലൈൻ പ്രസൻസ്. അപ്പം ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ പ്രൂഫ് എടുക്കും നല്ല ഇതിനെല്ലാം. അപ്പോൾ നമ്മളെക്കുറിച്ച് എടുക്കുമ്പോൾ എല്ലാ വിവരങ്ങളും അവർക്ക് കിട്ടും. അപ്പം മെയിൻറ്റെയിൻ എ പ്രൊഫഷണൽ ഓൺലൈൻ പ്രസൻസ് പ്ലാറ്റ്ഫോം ലൈക്ക് ലിങ്ക്ഡിൻ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എല്ലാ സ്ഥലത്തിലും വളരെ പോസിറ്റീവായിട്ട് നിൽക്കണം. ഒരു പേഴ്സണൽ ബ്രാൻഡ് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇനി അടുത്തത് ലോ ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ ലോ ഓഫ് ആപ്ലിക്കേഷൻ ടൈമിംഗ് നമ്മൾ എടുക്കുന്നത് എപ്പോഴും ചെയ്യുന്നത് ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ ചാൻസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. നേരത്തെ അവിടെ റീച്ച് ചെയ്യുക. അടുത്തത് ലോ ഓഫ് ജോബ് ഫിറ്റ്. എൻഷുർ ദാറ്റ് യുവർ കരിയർ ഗോൾസ് ആൻഡ് വാല്യൂസ് അലൈൻ വിത്ത് കമ്പനീസ് മിഷൻ ആൻഡ് ദ കൾച്ചർ. നിങ്ങളുടെ ഗോളും കമ്പനിയുടെ മിഷനുമായിട്ട് ചേരുന്നതാണെങ്കിൽ വളരെ നല്ലത്, ചേർക്കണം. ഇനി ലോസ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്യുമ്പം ഡിമോൺസ്ട്രേറ്റ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതും ഇൻ ഓൾ റിട്ടൺ ആൻഡ് വെർബൽ കറസ്പോണ്ടൻസ്, പറയുമ്പോഴും എഴുതി കൊടുത്തിരിക്കുന്നതിനടുത്ത്. ഇനി അടുത്തത് ലോ ഓഫ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. നമുക്ക് കിട്ടുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ബോധ്യത വരുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്കില്ലുകൾ നിങ്ങൾ ചെയ്തേക്കുന്നതൊക്കെ നിങ്ങൾ പറയുമ്പം നിങ്ങൾ ഈ പറയാനുള്ള കാര്യങ്ങൾ മെത്തേഡ് ഓഫ് ലോസി ഉപയോഗിച്ച് പറയുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. മെത്തേഡ് ഓഫ് ലോസി എങ്ങനെയാണ്. നമുക്ക് എത്ര കൂടിയ കാര്യങ്ങളും എത്ര പേജുള്ള കാര്യങ്ങളും നമുക്ക് ചിരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ക്രമം തെറ്റാതെ പറയാൻ പറ്റും. അപ്പോൾ അത് മെത്തേഡ് ഓഫ് ലോസി ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പയർ തറോലി ഫോർ ഇൻ്റർവ്യൂ പ്രാക്ടീസിങ് കോമൺ ക്വസ്റ്റ്യൻ സിനാരിയോ റിലേറ്റഡ് ടു ജോബ്. അപ്പോൾ ലോ ഓഫ് പ്രൊഫഷണൽ അപ്പിയറൻസ്. അഡ്രസ് അപ്രോപ്രിയേറ്റ്ലി ഫോർ ദ ഇൻ്റർവ്യൂ അഡ്ഹറിങ് ടു ദ കമ്പനീസ് ഡ്രസ് കോഡ് ഓർ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. അവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ജോലിക്ക് പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സായിരിക്കുക. ലോ ഓഫ് റെലവൻറ്റ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസിലല്ല, ഇറലവൻറ്റ് എക്സ്പീരിയൻസ് ഒന്നും കാണിക്കരുത്. ഹൈലൈറ്റ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ദാറ്റ് ഷോക്കേഴ്സ് യുവർ എബിലിറ്റി ടു പെർഫോം ദ ജോബ്. അപ്പോൾ നമുക്ക് അതുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് മാത്രമേ എടുക്കാവൂ. വേറെ ഒരു എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷൻസോ കാണിക്കേണ്ട കാര്യമില്ല. ലോ ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ സംസാരിക്കുമ്പം ഡിസ്പ്ലേ എ പോസിറ്റീവ് ആൻഡ് എന്തൂസിയാസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് യുവർ റോൾ ഇൻ ദ കമ്പനി. അതുപോലെ ലോ ഓഫ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റണം.
അതുപോലെ തന്നെ നിങ്ങൾ അതുപോലുള്ള സിമിലർ ചാലഞ്ചസ് കൈകാര്യം ചെയ്ത പ്രീവിയസ് റോൾസ് നമുക്ക് പറയാം. ഇനി ലോ ഓഫ് പങ്ക്ച്വാലിറ്റി, നമ്മൾ നേരത്തെ തന്നെ എത്തണം, അറൈവ് ഓൺ ടൈം ഫോർ ദ ഇൻ്റർവ്യൂ. അപ്പോൾ അവിടെ നമുക്ക് റെസ്പെക്ട് ഫോർ ഇൻ്റർവ്യൂസ് ടൈം ആൻഡ് മേക്ക് ഗുഡ് ഇംപ്രഷൻ. നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാകണമെങ്കിൽ ഇൻ ടൈമിൽ തന്നെ ചെല്ലണം. ആൻഡ് ലോ ഓഫ് സോഫ്റ്റ് സ്കിൽസ്, നമുക്ക് പ്രധാനമായിട്ടും നമുക്കൊരു 10-60ഓളം സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. ആക്ച്വലി നമുക്ക് ഏതാണ്ട് ഒരു 360ഓളം സോഷ്യൽ സ്കിൽസ്, ലൈഫ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്, ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. നമ്മുടെ ഡിസൈൻ യുവർ ലൈഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി എന്ന് പറയുന്ന 1 ഇയർ ലോങ് ആയിട്ടുള്ള ലൈഫ് ലൈൻ്റെ പ്രോഗ്രാമിനകത്ത് അത് വിശദമായി ദിവസം 1 മണിക്കൂർ വീതം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഇതെല്ലാം കിട്ടുന്നു എന്നാണ് ഉള്ളതാണ്. സോ എംഫസൈസ് ഓൺ സോഫ്റ്റ് സ്കിൽസ് സച്ച് ആസ് ടീം വർക്ക്, ലീഡർഷിപ്പ്, അഡാപ്റ്റബിലിറ്റി, ഈ പർട്ടിക്കുലർ റോളിന് ചേർന്നത്. ഇനി അതുപോലെ ലോ ഓഫ് അച്ചീവ്മെൻറ്റ് മെട്രിക്സ്, യൂസ് മെട്രിക്സ് ആൻഡ് സ്പെസിഫിക് എക്സാമ്പിൾസ് ടു ഡിമോൺസ്ട്രേറ്റ് യുവർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഇമ്പാക്റ്റ് ഇൻ പ്രീവിയസ് റോൾസ്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് റോളിൽ ഇന്ന അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് വളരെ കൺവിൻസിങ് ആയിട്ടുള്ളത് മാത്രം പറയുക. ഇനി ലോ ഓഫ് ടൈലേഡ് റെസ്പോൺസ്, നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചതിന് കണക്റ്റ് ചെയ്ത് അത് കറക്റ്റ് ചേരുന്ന രീതിയിൽ വേണം, വളരെ സ്പെസിഫിക് ആയിട്ട് കമ്പനിയുടെ റോളിനും വാല്യൂസിനും ചേരുന്ന രീതിയിൽ നമ്മൾ ആൻസർ കൊടുക്കണം. ആ ലോ ഓഫ് റീസെർച്ച് ക്വസ്റ്റ്യൻസ്, അപ്പോൾ അവിടെ നമ്മൾ പ്രിപ്പയർ തോട്ട്ഫുൾ ക്വസ്റ്റ്യൻസ് അബൌട്ട് കമ്പനി ആൻഡ് ദ റോൾ, നമുക്ക് കിട്ടുന്ന റോൾ എന്താണ്, ഇൻ്റർവ്യൂവിൽ ചോദിക്കാവുന്ന എന്തൊക്കെയാണ്, ഇത് നമ്മൾ നേരത്തെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കാം. ഇനി ലോ ഓഫ് ഓതൻറ്റിസിറ്റി, ഇവിടെ നമ്മൾ പറയുന്നതെല്ലാം വളരെ ഓതൻറ്റിക് ആയിരിക്കണം. ബി ജെനുവിൻ, ഓതൻറ്റിക് ഇൻ യുവർ റെസ്പോൺസ് ആൻഡ് ഇൻട്രാക്ഷൻസ് ഡ്യൂറിങ് ഇൻ്റർവ്യൂ പ്രോസസ്സ്. അപ്പം ഈ പ്രീവിയസ് എംപ്ലോയറെ കുറിച്ചോ അവരുടെ ഒരു രഹസ്യത്തെക്കുറിച്ചോ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങളെ ഒഴിവാക്കാനുള്ള സാധ്യത മൈനസ് പോയിൻറ്റ്സ് ഒരുപാട് വീഴും. അപ്പോൾ ഒരു ചെറിയ നെഗറ്റീവോ ഗോസിപ്പോ ബാഡ് മൗത്തോ നമ്മളെക്കുറിച്ച് പ്രീവിയസ് എംപ്ലോയറെ കുറിച്ച് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി പറയുകയും അവിടുത്തെ ഒരാളെ സംബോധന ചെയ്യുമ്പോൾ മിസ്റ്റർ എന്നോ നമ്മൾ സെറോ കുട്ടി ആ രീതിയിലൊക്കെ പറയുമായിരിക്കും നല്ലത്. ലോ ഓഫ് ഫോളോ അപ്പ്, അതുപോലെ തന്നെ നമുക്ക് സെൻഡ് എ ഫോളോ അപ്പ് ഇമെയിൽ താങ്കിങ് ദ ഇൻ്റർവ്യൂ ആൻഡ് ഇൻ്റർവ്യൂർ ഫോർ ദ ടൈം ആൻഡ് റീഇറ്ററേറ്റിംഗ് യുവർ ഇൻട്രസ്റ്റ് ഇൻ ദ റോൾ. നിങ്ങൾക്ക് അത് നന്നായി എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു മെയിൽ അയക്കുന്ന വളരെ നല്ല സ്റ്റാൻഡേർഡ് മെയിൽ. ഇനി ലോ ഓഫ് സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കുക. ബി അവെയർ ഓഫ് യുവർ സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്. അപ്പോൾ നമ്മുടെ തന്നെ സോട്ട് എല്ലാം റെഡി ടു ഡിസ്കസ് ഓണസ്റ്റ്ലി പറയാനായിട്ടുള്ള. ലോ ഓഫ് സക്സസ് സ്റ്റോറീസ്, നിങ്ങൾക്ക് ഷെയർ സ്പെസിഫിക് സക്സസ് സ്റ്റോറീസ് ആൻഡ് എക്സാമ്പിൾസ് ദാറ്റ് ഹൈലൈറ്റ് യുവർ ക്വാളിഫിക്കേഷൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. നിങ്ങൾക്ക് പറയുന്ന എല്ലാം ഒരു സ്റ്റോറിയിലൂടെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ആൻഡ് ലോ ഓഫ് കൾച്ചറൽ ഫിറ്റ്, ഡിമോൺസ്ട്രേറ്റ് ഹൗ യു ഫിറ്റ് വിത്ത് ദി കമ്പനീസ് കൾച്ചർ ആൻഡ് വാല്യൂസ്, അതുമായിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ചേരും. ലോ ഓഫ് ഇൻഡസ്ട്രി നോളജ്, അവിടെ നിങ്ങൾക്ക് ഷോ എ സോളിഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഇൻഡസ്ട്രി ആൻഡ് മാർക്കറ്റ് ട്രെൻഡ് റെലവൻറ്റ് ടു ദ റോൾ. ഇതിന് ചേരുന്ന എല്ലാ കാര്യവും നമുക്ക് അറിയാം എന്നുള്ള ഉറപ്പ് വരുത്താൻ. ലോ ഓഫ് ഫ്ലെക്സിബിലിറ്റി, ബി എ ഫ്ലെക്സിബിൾ ആൻഡ് ഓപ്പൺ ടു ഡിസ്കസിങ് ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ഓഫ് ദ റോൾ ആൻഡ് പൊട്ടൻഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നമുക്ക് ഈ റോളിനെ കുറിച്ച് ഫ്ലെക്സിബിളായിട്ട് പറയാനായിട്ട് പറ്റുക. അതിൽ ചിലപ്പോൾ നമുക്ക് ഒരു പ്രോഫിറ്റ് തന്നുകൊണ്ടായിരിക്കും ഇവർ നമ്മളെ എടുക്കാനായിട്ട് ചിലപ്പോൾ ആഗ്രഹിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ പാർട്ണറാക്കാനൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഫ്ലെക്സിബിലിറ്റി വരും. സ്റ്റേക്ക് തന്നുകൊണ്ടായിരിക്കും. ആൻഡ് ലോ ഓഫ് കണ്ടിന്യൂസ് ലേണിംഗ്, ഷോ യുവർ കമ്മിറ്റ്മെൻറ്റ് ടു കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, വളരെ നല്ലതാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്നത്. ലോ ഓഫ് ഇനിഷ്യേറ്റീവ് or demonstrate your initiative and willingness to go above and beyond your previous roles. അപ്പോൾ നേരത്തെ ഉള്ളതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയും എന്ന് ബോധ്യപ്പെടുത്തുക. ലോ ഓഫ് കോൺഫിഡൻസ്, പ്രസൻറ്റ് യുവേഴ്സൽ വിത്ത് കോൺഫിഡൻസ് ബട്ട് അവോയ്ഡ് അപ്പിയറിങ് അരഗൻറ്റ് ഓർ നമ്മൾ നേരത്തെ കയറിയൊരു ഒരു പ്രിസംഷൻസോട് കൂടി പറയുന്നതായിട്ട് അവർക്ക് തോന്നരുത്. ഇനി ലോ ഓഫ് പോസിറ്റീവ് ഔട്ട്കം, നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ഔട്ട്കം, ഒരു സൊല്യൂഷൻ, ഒരു പരാജയത്തിനോ ചാലഞ്ചസിനോ പോകുന്നതിന് പകരം
അത് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിൽ തന്നെ പറയുകയായിരിക്കും നല്ലത്. അടുത്ത ലോ ഓഫ് പ്രൊഫഷണലിസം പറയുമ്പോൾ, ആൻഡ് മെയിൻറ്റെയിൻ എ ഹൈ ലെവൽ ഓഫ് പ്രൊഫഷണലിസം ത്രൂ ഔട്ട് ദ ഇൻ്റർവ്യൂ പ്രോസസ്സ്. അവിടെ നിങ്ങളൊരിക്കലും നിങ്ങളുടെ സാലറി ചീപ്പാക്കാനോ കുറയ്ക്കാനോ കൊടുത്തിട്ട് കാര്യമില്ല. എപ്പോഴും വാട്ട് യു ക്യാൻ ഡൂ ഫോർ ദ കമ്പനി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ 10 കോടി അല്ലെങ്കിൽ 20 കോടി റവന്യൂ ആക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റും. ഇന്ന സ്ട്രാറ്റജി, ഇന്ന മെത്തേഡ്, ഇന്ന രീതികൾ ഞാൻ അതിൽ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെ ചെയ്യുന്നതിന് എനിക്ക് ഒരു വർഷം എനിക്ക് 60 ലക്ഷം രൂപ വേണം. ഓക്കെ, വളരെ സീനിയർ ലെവലിലുള്ളൊരു ഇതാ പറയുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്, ആ സാലറി പറയുന്നതിന് മുമ്പ്, വാട്ട് യു എക്സ്പെക്റ്റ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ടത് അവിടെ ഒരു കാര്യം, വാട്ട് ഐ ക്യാൻ ഗീവ്. ഈ കമ്പനിക്ക് എനിക്ക് എന്ത് തരാൻ പറ്റും. ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റവന്യൂ 20 crores 50 crores എത്തിക്കാൻ എന്നെക്കൊണ്ട് പറ്റും. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം എത്തിക്കാനായിട്ട് എനിക്ക് വേണ്ടത് സാലറി 60 lakhs ആണ്. 60 lakhs പാക്കേജ്. അതവിടെ മീനിങ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി കുറച്ചുകൂടെ കുറഞ്ഞതാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് കൊണ്ടുവരും, എന്ത് കമ്പനിക്ക് വേണ്ടി ചെയ്യും, എന്ത് മാറ്റം വരുത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എന്നിട്ട് നമുക്ക് അത് ഞാൻ ചെയ്തെടുക്കാനായിട്ട് എനിക്ക് ഇത്ര സാലറി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ലോ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്, നമ്മൾ നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് കാണിക്കുന്നുണ്ടോ, അവരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ, അപ്പോൾ ഇൻ്റർവ്യൂവറുടെ പെർസ്പെക്റ്റീവ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ. ഇനി ലോ ഓഫ് റെലവൻറ്റ് എഡ്യൂക്കേഷൻ. ആക്ച്വലി നമ്മുടെ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിനാവശ്യമുള്ള എഡ്യൂക്കേഷൻ വേറെ ഒത്തിരി ഉള്ളത് റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങൾ അവിടെ പറയുന്നത് കൊണ്ട് നമുക്ക് വേറെ അഡ്വാൻറ്റേജ് ഒന്നുമില്ല, നെഗറ്റീവ് അല്ലാതെ. പക്ഷേ റെലവൻ്റ് ആയിട്ടുള്ളത് വേണം താനും. അപ്പോൾ അവിടെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ, ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, റോളുണ്ടോ. ഇനി ലോ ഓഫ് ജോബ് അലൈൻമെൻറ്റ്. ഈ ജോലിയായിട്ട് നമ്മൾ എങ്ങനെ തീരുന്നു, ക്ലിയർലി നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയണം. പ്രീവിയസ് എക്സ്പീരിയൻസ്, ഈ റെസ്പോൺസിബിലിറ്റിയും ഈ ചാലഞ്ചസും ഈ റിക്വയർമെൻറ്റ്സും ഞാൻ മീറ്റ് ചെയ്തിരുന്നതാണ്, ആൻഡ് ദിസ് വാസ് മൈ സക്സസ് സ്റ്റോറി. ഇനി ലോ ഓഫ് പ്രിപ്പയർനെസ്. ഇവിടെ നമ്മൾ ഇത് പറയാനായിട്ടുള്ള പ്രിപ്പറേഷൻ, അത് എന്തൊക്കെ വാല്യൂ അഡീഷനാണ് നിങ്ങളിലുള്ളത്, നിങ്ങൾക്ക് എന്തെല്ലാം കമ്പനിക്ക് വാല്യൂ അഡീഷൻ കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് ലോ ഓഫ് ഇനിഷ്യേറ്റീവ്സ്. ആൻഡ് നമുക്ക് എന്തെല്ലാം ഇനിഷ്യേറ്റീവ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, അതിനുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ അവിടെ ഒരു എൻക്വയറി, വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതാ തീരുന്നതിന് മുമ്പ് ചോദിക്കാം. അവരെ താങ്ക് ചെയ്ത് പൂർണ്ണമായിട്ടും താങ്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇനി ലോ ഓഫ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്. എപ്പോഴും ഇത് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ബോഡി ലാംഗ്വേജ്, കോൺഫിഡൻസ് ആൻഡ് നല്ല രീതിയിലുള്ള എൻഗേജ്മെൻറ്റ് ഡ്യൂറിങ് ഇൻ്റർവ്യൂ. ഇനി ലോ ഓഫ് സ്കിൽ ഡെമോൺസ്ട്രേഷൻ. ചെയ്യുമ്പോൾ ഇത് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നവർക്ക് നമ്മൾ വിനയാന്വിതനായി, ഓണസ്റ്റായിട്ട്, ഹമ്പിളായിട്ട് തന്നെ പെരുമാറിക്കൊണ്ട് അവരെ ബോധിപ്പിക്കണം. ഇനി ലോ ഓഫ് അഡാപ്റ്റബിലിറ്റി. അവിടെ നിങ്ങൾക്ക് ഏത് സാഹചര്യമായിട്ട് ചേർന്ന് പോകാനുള്ള കഴിവുണ്ട്, ഏത് മാറ്റം നിങ്ങൾക്ക് വരുത്തും, നിങ്ങൾ ഉൾക്കൊള്ളും, ചേഞ്ചസ് എടുക്കാൻ തയ്യാറാണ്. ഇനി ലോ ഓഫ് ഇൻ്റർവ്യൂ എറ്റിക്കേറ്റ്സ്. നിങ്ങൾക്കത് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇൻ്റർവ്യൂവിന് ആവശ്യമായ ഫോളോ യുവർ ഇൻ്റർവ്യൂ എറ്റിക്കേറ്റ്സ് കഴിവതും കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് സംസാരിക്കണം. പലരായിരിക്കുന്നെങ്കിൽ അവരെല്ലാ ഇതിനകത്തോട്ടും നമ്മൾ നോക്കിക്കൊണ്ട് സംസാരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രമുള്ളൊരു ഇത് ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ലോകൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയി ഏത് ഇൻ്റർവ്യൂവിലും വളരെ നന്നായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ടും വിജയിക്കാനായും. അപ്പം അഫർമേഷൻ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കയറാം. അതിനകത്ത് ഇരിക്കുമ്പോഴും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അഫർമേഷനിൽ നല്ല ഇതായിട്ട് തന്നെ നിങ്ങൾക്ക് ഇരുന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന റോള് കിട്ടാനായിട്ട് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.